ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു വഴുതനങ്ങ കറിയാണ് വെക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് വഴുതനങ്ങ കഴുകി രണ്ടായിട്ട് കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വെളിച്ചെണ്ണയല്ല, എണ്ണ. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ വഴുതന അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ ഈ വഴുതനങ്ങ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ ചൂടായ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. കൂടത്തെ 2-3 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു തക്കാളി അരിഞ്ഞതോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇച്ചിരി തേങ്ങയുടെ പീസും കൂടെ ഇട്ട് കൊടുക്കാമേ. തീ നിർത്തിയതിന് ശേഷം നമുക്ക് ഇച്ചിരി മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ജീരകം, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ വഴറ്റിയെടുത്ത പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ട് നമുക്ക് അതിച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മുളക് ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുക്കാം. അത് ഞാനിപ്പോൾ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അരച്ച് വെച്ച് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറൂടെ കഴുകിയിട്ട് വെള്ളം ഒഴിക്കാം. നമുക്ക് ശകലം വാളംപുളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് തിളയ്ക്കട്ടെ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.